എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് 1344 വിമാനം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പറന്നുയരാൻ തയ്യാറായി നിൽക്കുന്നു. യാത്രക്കാർ 184. തണലായ അഗ്രനാടിനെ ഉലച്ച കോവിഡ് ഭീതിയിൽ നിന്നൊരു ടേക്ക് ഓഫ്. അതാണ് ആ യാത്രികരെ ആകാശയാത്രയ്ക്ക് ടിക്കറ്റ് എടുപ്പിച്ചത്. ഉറ്റവരെ വൈറസ് വീഴ്ത്തുന്നത് കണ്ടവർ, വില്ലൻ വൈറസിനെ വിജയിച്ചു നടന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, അങ്ങനെ അപ്രതീക്ഷിതമായി അഭിമുഖീകരിക്കുന്ന പലവിധ അരക്ഷിതാവസ്ഥകളിലും ആ യാത്ര അവർക്ക് ആശ്വാസം തന്നെയായിരുന്നു. കോവിഡ് ഭീതിയിൽ ജന്മനാടിന്റെ സുരക്ഷിതത്വത്തിലേക്കൊരു പറന്നിറങ്ങൽ. സ്ത്രീകൾ, ഗർഭിണികൾ, പിഞ്ചുകുഞ്ഞുങ്ങൾ, അമ്പരച്ചുംബികളുടെ ആ നഗരത്തോട് വിട പറയുന്നവരിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കോക്പിറ്റിന്റെ അമരത്തുള്ളത് എയർ ഇന്ത്യയുടെ കാലത്തെ മികച്ച പൈലറ്റ് ദീപക് വസന്ത് സാഠെ, സഹ പൈലറ്റായി അഖിലേഷ് കുമാർ, ക്രൂ മെമ്പർമാരായി 4 പേരും. അങ്ങനെ ആ പ്രവാസി സംഘം യാത്ര തുടങ്ങുന്നു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം 7 മണിയോടെ കരിപ്പൂരിന്റെ മാനം തൊട്ടു. നാട് മഴയുടെ മരണനൃത്തം കണ്ട പകലായിരുന്നു. വൈകിട്ടും മഴ ശമിക്കാതെ തുടരുന്നുണ്ടായിരുന്നു. മാനത്ത് ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ, തോരാതെ മഴയും തീരാ കാറ്റും. ഇറങ്ങാനാകാതെ വന്നപ്പോൾ എക്സ്പ്രസ് 1344 വിമാനം 2 തവണ ആകാശത്ത് വട്ടമിട്ടു. യാത്ര അവസാനിക്കാനിരിക്കെ ആടി ഉലഞ്ഞു തുടങ്ങുന്നത് അങ്ങനെ. ലാൻഡിംഗ് ദുഷ്കരമെന്ന് അധികൃതർക്ക് മനസ്സിലായി. കിഴക്കുഭാഗത്ത് റൺവേ 28-ൽ ലാൻഡിംഗിന് ശ്രമിക്കാൻ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം നിർദ്ദേശം നൽകി. ദൂരക്കാഴ്ചയുടെ പ്രശ്നങ്ങളെ തുടർന്ന് ലാൻഡിംഗ് ഉപേക്ഷിച്ച് വിമാനം വീണ്ടും പറന്നുയർന്നു. 2ാം ശ്രമത്തിൽ ദീപക് വസന്ത് സാഠെ തെരഞ്ഞെടുത്തത് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൺവേ 10. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 10 നോട്ടിക്കൽ മൈൽ. തീരുമാനം 3 പതിറ്റാണ്ടുകാലത്തെ സേവന പരിചയമുള്ള സാഠെയുടേതാണെന്ന ആത്മവിശ്വാസത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ റൂം രണ്ടും കൽപ്പിച്ച് ലാൻഡിംഗിനുള്ള ശ്രമം. മുന്നൂറ് മുതൽ 90 മീറ്റർ പരിധിക്കുള്ളിലാണ് റൺവേ 10-ലെ ടച്ച് ലൈൻ. എന്നാൽ എക്സ്പ്രസ് 1344 റൺവേ സ്പർശിച്ചത് 1500 മീറ്റർ കഴിഞ്ഞ്. നിമിഷങ്ങൾക്കകം പിൻചക്രങ്ങൾ ലാൻഡിംഗ് സ്ട്രിപ്പിൽ കുടുങ്ങാതെ വിമാനം തെന്നിമാറി. വീണ്ടും ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മുന്നോട്ടു കുതിച്ച വിമാനം ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതോടെ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടമായി. കരിപ്പൂരിലേത് ടേബിൾ ടോപ്പ് റൺവേ ആണെന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. വിമാനം 35 അടി താഴ്ചയിലേക്ക്. ഞാൻ താങ്കളെ ഒന്ന് തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ പെട്ടെന്ന് താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ദുബായിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് റൺവേയിൽ നിന്ന് തെന്നിമാറി. അഷ്കർ അലി, എന്താണ് വിമാനത്താവളത്തിൽ സംഭവിച്ചത്? ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് ദുബായിൽ നിന്ന് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. മാധ്യമപ്രവർത്തകരിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫ്ലാഷ് ന്യൂസ് ആയിരുന്നു. കരിപ്പൂരിൽ വിമാനം ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി. ആളപായമില്ല. ആദ്യ സൂചനകൾ അതുമാത്രമായിരുന്നു.
എന്നാൽ കേട്ടുപരിചയമുള്ളൊരു സ്ക്രോൾ ന്യൂസിൽ നിന്ന് കേരളം കണ്ട വലിയ ദുരന്ത വാർത്തയിലേക്ക് അത് മാറിമറിയാൻ അധിക നേരമെടുത്തില്ല. കേവലം ലാൻഡിംഗ് പിഴവിൽ നിന്ന് ഒരു ടേബിൾ ടോപ്പ് ട്രാജഡിയിലേക്ക് കരിപ്പൂർ ദുരന്തം വഴിമാറി. വിമാനം 35 അടിയിലേക്ക് മറിഞ്ഞ് രണ്ടായി പിളരുക തന്നെയായിരുന്നു. യാത്രക്കാർ ചിതറിത്തെറിച്ചു. ആദ്യം എന്തെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് യാത്ര പാതി മുറിഞ്ഞ് ചോര തൊട്ട് ചിതറുകയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആദ്യം എയർപോർട്ട് അധികൃതർ, പിന്നെ നാട്ടുകാർ, തൊട്ടുപുറകെ ഫയർഫോഴ്സും പോലീസും. പിന്നെ മലപ്പുറം മുഴുവൻ ആ ടേബിൾ ടോപ്പിന് താഴെയെത്തി. പിന്നെ സംഭവിച്ചത് ചരിത്രമടയാളപ്പെടുത്തിയ മഹാരക്ഷാ പ്രവർത്തനം. നാളുകളായി കണ്ടെയ്ൻമെന്റ് സോണാണ് കൊണ്ടോട്ടിയും പരിസര പ്രദേശങ്ങളും. കോവിഡ് ഭീതി ശക്തമാണ്. പോരാത്തതിന് തുള്ളിമുറിയാതെ പെയ്യുന്ന മഴയും. എന്നാൽ സഹജീവി സ്നേഹത്തിൽ അതൊന്നും ഇന്നാട്ടുകാർക്ക് തടസ്സങ്ങളായില്ല. ശബ്ദം കേട്ട സമയത്ത് തന്നെ ഞങ്ങൾ ഉടനെ പുറത്തേക്ക് ഇറങ്ങി ആ ഭാഗത്തേക്ക് ഓടുകയും അപ്പോൾ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അതിൻ്റെ കോക്പിറ്റ് വന്നിട്ട് മതിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. അതിൻ്റെ അകത്ത് 2 പൈലറ്റുമാരെയാണ് കാണുന്നത്. ആ സമയത്ത് അകത്ത് നിന്ന് ആളുകൾ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്കത് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള യാതൊരു സംവിധാനമില്ല. പക്ഷേ ആ ഭാഗത്തൊരു ഗേറ്റ് ഓൾറെഡി ഓപ്പൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഗേറ്റിൽ അത് ശക്തമായി തട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ഓപ്പൺ ചെയ്തെങ്കിലും ഞങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. കാരണം അവരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷമാണ് എയർപോർട്ടിൽ നിന്ന് ഒരു ഫയർ റെസ്ക്യൂ ടീമും ഒരു ആംബുലൻസും വരുന്നത്. അതിലാകെ 4 ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ സഹായിക്കണോ എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളൊന്ന് സഹായിക്കൂ എന്ന് പറയലും ഞങ്ങൾ നാട്ടുകാരായ കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇതാക്കി മാക്സിമം ആളുകളെ അപ്പം തന്നെ വന്ന ഫസ്റ്റത്തെ ആംബുലൻസിൽ തന്നെ ഞാൻ 5 പേരായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, ബാക്കിയുള്ള ആളുകളെ എത്തിച്ചു. ഏകദേശം ഒരു 10-35 ആളുകളെ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആ ഒരു സൗകര്യ ലഭ്യത കുറവുകൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏറ്റവും ആദ്യം നമ്മുടെ ഒരു ഡ്യൂട്ടി പോസ്റ്റ് അവിടെ ഉണ്ട്, കേട്ടുമറയിട്ട്. അപ്പോൾ ആ ഡ്യൂട്ടി പോസ്റ്റിൽ വീണതും നമ്മുടെ ASI അജിത് സിംഗ് ആണ് ആദ്യത്തെ മെസ്സേജ് കൺട്രോൾ റൂമിലേക്ക് വാക്കി ടോക്കിയിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ വാക്കി ടോക്കിയിലൂടെ പാസ് ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനും, നമ്മുടെ CSFന്റെ കംപ്ലീറ്റ് സ്റ്റേഷനും ആ ഒരു മെസ്സേജോട് കൂടിയിട്ട് അലേർട്ടായി. അതൊരു കംപ്ലീറ്റ് സ്റ്റാഫിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായി. അതിനുശേഷം QRT ആ സ്പോട്ടിലെത്തി പെട്ടെന്ന് തന്നെ ആ ഒരു എമർജൻസി ഡോറിൽ കൂടെ ഉള്ളിൽ കയറി. മെസ്സേജ് കിട്ടിയതിനനുസരിച്ച് എല്ലാവരും എത്തി. എയർപോർട്ട് അതോറിറ്റിയുടെ ഫയർ ടീമാണെങ്കിലും ശരി, എയർപോർട്ടിന്റെ എയർലൈൻസിന്റെ മറ്റു സ്റ്റാഫാണെങ്കിലും, പോലീസും ഹെൽത്ത് ഒഫീഷ്യൽസും, ഇവൻ ലാസ്റ്റ് ആംബുലൻസും, അതേപോലെ NDRFന്റെ ടീമും എല്ലാവരും അതിനുശേഷം എത്തി. എല്ലാവരും നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഞാൻ വരുമ്പോൾ യാത്രക്കാർ കുറേ ആൾക്കാരെ പുറത്ത് കിടത്തിയിട്ടുള്ള അവസരം കണ്ട്. ആ വെള്ളമായിരുന്നു അധികം ആൾക്കാർ, കുറേ ആൾക്കാർ അവിടെ പുറത്ത് കിടത്തുകയുണ്ടായി. ആ ടൈമിലാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ നിലവിളികൾ കേട്ടിട്ടാണ് ഞങ്ങളിത് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഉള്ളിൽ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, പോരാൻ കഴിയാതെ അവിടെ കുടുങ്ങിയാണ്. ഫ്രണ്ടിൽ ഏകദേശം ആദ്യം തന്നെ പൈലറ്റിൻ്റെ ഒരു അവസ്ഥയാണ് വളരെ മോശമായിട്ടാണ് കണ്ടത്. പുളിക്കൽ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ അപകടം പറ്റിയിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് കാഷ്വാലിറ്റി ചെയ്ത് അവിടെ വണ്ടിയൊക്കെ വേണം പറഞ്ഞപ്പോൾ നമ്മൾ വന്നതാണ് പുളിക്കലേക്ക്. ആ സമയത്ത് ഞാൻ കാണുന്ന 2 രോഗികൾ കൊണ്ടുവന്ന് ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോരാണ് ഉണ്ടായത്. ഇപ്പോൾ ഇനിയുള്ള അവസ്ഥ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. കാരണം നല്ല രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത്. കൂടുതൽ കിട്ടുന്ന വണ്ടികളിലൊക്കെ ആളുകൾ കയറ്റിക്കൊണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്.
ഉണ്ട്. കുഞ്ഞിന് കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ കുഞ്ഞിനെ ഞാൻ വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുവന്നതാണ്. പ്രാഥമികമായിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇനി കൂടുതൽ ചെക്ക് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ഇവിടുത്തെ സാഹചര്യം കൊണ്ട്. വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ ഒരു കൂട്ടർ, അവരെ ആശുപത്രികളിലെത്തിക്കാൻ സ്വന്തം വാഹനങ്ങളെ ആംബുലൻസുകളാക്കി മറുസംഘം. ആ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാൻ റോഡിനിരുവശവും കൈകോർത്തു നിന്നവർ. ആശുപത്രികളിലും എന്തു സഹായത്തിനും തയ്യാറായി നിൽക്കുന്ന കുറേയേറെ മനുഷ്യർ. ഒരു നാട് സൃഷ്ടിച്ച അത്ഭുതപ്പെടുത്തുന്ന ജാഗ്രതയ്ക്ക് സുരക്ഷയൊരുക്കി പോലീസും ഒപ്പം നിന്നപ്പോൾ മണിക്കൂറുകൾക്കകം വിമാനത്തിലുണ്ടായിരുന്ന 190 പേരെയും ആശുപത്രികളിലെത്തിച്ചു. എത്ര പെരുമഴക്കാലം കഴിഞ്ഞാലും പെയ്തു തീരാത്ത ഓർമ്മകളാണിത്. വിമാനം വെട്ടിപ്പൊളിച്ച് ഓരോ ജീവനെയും ചേർത്തു പിടിച്ചുകൊണ്ടാണവർ ഓടിയത്. അർദ്ധരാത്രിയിൽ ആശുപത്രികളിൽ രക്തദാനത്തിന് അവർ വരി നിന്നു. ഒറ്റപ്പെട്ടുപോയ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. ഭക്ഷണവും വെള്ളവും ഒരുക്കി അവരെ ഊട്ടി. രോഗഭീതിയോ മരണഭയമോ അവരെ പിന്തിരിപ്പിച്ചില്ല. തുടിക്കുന്ന ജീവനുകളെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. അതിഭീകര ദുരന്തമുഖത്ത് ആളപായം അല്പമെങ്കിലും കുറയ്ക്കാനായത് അവർ ആ മാലാഖമാർ കാരണമാണ്. വിമാന അപകടം സംഭവിച്ചപ്പോൾ തന്നെ സമീപം താമസിക്കുന്ന പൊതുജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇവരെല്ലാം സ്തുത്യർഹമായ ഇടപെടലാണ് നടത്തിയത്. രക്ഷാപ്രവർത്തനം അത്ഭുതകരമായ വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് എളുപ്പം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. I want at this stage to just say that the airport authorities in Kozhikode, all the other concerned agencies and the local people of the area acted in an exemplary manner. 1998 ജൂലൈ 30 കൊച്ചിയിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ ചെറുയാത്രാ വിമാനം തകർന്ന് 8 പേർ മരിച്ചതായിരുന്നു കേരളത്തിൽ മുമ്പുണ്ടായ വലിയ വിമാനാപകടം. എന്നാൽ കരിപ്പൂരിൽ എക്സ്പ്രസ് 1344 ചിറകറ്റ് മണ്ണിലമർന്നപ്പോൾ 18 മനുഷ്യജീവനെ മരണം കവർന്നു. ക്യാപ്റ്റൻ പൈലറ്റ് DV സാഠെ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ, 1.5 വയസ്സുകാരൻ അസം മുഹമ്മദ്, അവന്റെ ഉമ്മ സാഹിറ ബാനു, 2 വയസ്സുകാരി ഷെസ ഫാത്തിമ, 10 വയസ്സുകാരൻ അഫ്സൽ മുഹമ്മദ്, അങ്ങനെ നൊമ്പരമായി 18 പേരുകൾ. വിംഗ് കമാൻഡർ റാങ്കിൽ വ്യോമസേനയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് DV സാഠെ എയർ ഇന്ത്യയിലെത്തിയത്. പതിറ്റാണ്ടുകാലം കോക്പിറ്റിന്റെ അമരത്തിരുന്ന് മഹാരാജയുടെ വിശ്വാസ്യത കാത്തവനാണ്. പലതവണ ഇതിനേക്കാൾ മോശം കാലാവസ്ഥകളിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടുള്ളയാളാണ്. ഇത്തവണ കരിപ്പൂരിൽ നിന്ന് നേരെ നാഗ്പൂരിലെ വസതിയിലെത്തി അമ്മയ്ക്ക് പിറന്നാൾ സർപ്രൈസ് ഒരുക്കാനിരുന്നതാണ്. പ്രിയപുത്രൻ ചേതനയേറ്റ് മുംബൈയിലേക്ക് പറന്നിറങ്ങിയപ്പോൾ അമ്മ നീല സാഠെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, കൂപ്പുകൈകളോടെ വിട ചൊല്ലാൻ. ാണ് സഹ പൈലറ്റ് അഖിലേഷ് കുമാർ. 2017 ഡിസംബറിലായിരുന്നു വിവാഹം. ഭാര്യ മേഘ പൂർണ്ണ ഗർഭിണിയാണ്. ഒരു വിളിപ്പാടകലെ മാത്രമുള്ള അച്ഛനെന്ന വിളി കേൾക്കാതെയാണ് അഖിലേഷ് പറന്നകന്നത്. PSC റാങ്ക് ലിസ്റ്റിലുള്ള സാഹിറ ബാനു ഇത്തവണ സർക്കാർ ജോലിയിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തിലാണ് 3 മക്കളെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചത്. എന്നാൽ വീടണയും മുൻപേ ഇളയ മകൻ അസം മുഹമ്മദിനെ നെഞ്ചോട് ചേർത്ത് സാഹിറ ബാനു മടങ്ങി. മൂത്ത മക്കൾ ലെഹാൻ മുഹമ്മദും മറിയം ബിൻ മുഹമ്മദും ചികിത്സയിലാണ്.
വിമാനത്തിന്റെ മുൻനിരയിലായിരുന്നു കുറ്റ്യാടി സ്വദേശി രമ്യ മുരളീധരനും മകൾ ശിവാത്മികയും. ഇരുവരും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഭാര്യ അമീന ഷെറിനും 2 വയസ്സുകാരി മകൾക്കുമൊപ്പമായിരുന്നു കുന്നമംഗലം പിലാശ്ശേരി സ്വദേശി ഷറഫുദ്ദീന്റെ നാട്ടിലേക്കുള്ള യാത്ര. ടേക്ക് ഓഫിന് തൊട്ടുമുൻപേ ബാക്ക് ടു ഹോം കുറിപ്പോടെ ഷറഫു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുടുംബ സെൽഫി പിലാശ്ശേരിക്കാർക്ക് ഇന്ന് നൊമ്പരക്കാഴ്ചയാണ്. രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെയാണ് കോട്ടൂർ സ്വദേശി ജാനകി പ്രവാസത്തിലേക്ക് വിമാനം കയറിയത്. കോവിഡ് പരിഭ്രാന്തി പരത്തിയപ്പോൾ 2 വർഷമായി തുടർന്ന ജോലി ഇല്ലാതായി. അങ്ങനെയാണ് നാട്ടിലേക്ക് മടക്ക ടിക്കറ്റ് എടുത്തത്. കുഞ്ഞു ഷെസ ഫാത്തിമയെ പുലർച്ചെ വരെ തിരയുകയായിരുന്നു. കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിലെത്തിയപ്പോഴാണ് കോഴിക്കോട് മിംസിലേക്ക് കൊണ്ടുപോയ വിവരമറിഞ്ഞത്. കുടുംബം മിംസിലെത്തിയപ്പോഴേക്കും ആ കുഞ്ഞുടുപ്പുകാരി ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മണ്ണാർക്കാട് സ്വദേശികളായ മുർത്താസ ഫസൽ, സുമയ്യ തസ്നീം ദമ്പതികളുടെ 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലെത്തിയ കൺമണി ആയിഷ ദുആയും മഴകലി പൂണ്ട ആ രാത്രി കാണാമറയത്തായി. ക്ലിയറിംഗ് ടു ലാൻഡിംഗ് റൺവേ 10 എക്സ്പ്രസ് വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് അവസാനമെത്തിയ സന്ദേശം. DGCAയും എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അന്വേഷണം തീരുന്നതുവരെ കാത്തിരിക്കണമെന്നാണ് വ്യോമയാന മന്ത്രി പറഞ്ഞത്. Well, I can tell you, let the investigation be completed. I am aware of the background. I know there were efforts made in that direction, but I think this is not the time. The aircraft, as I said, the concerned captain of the aircraft has landed on this airfield itself. How many times did you say, Rajiv? 27 times. So I think it is best to await the outcome of the investigation. പത്തു വർഷം മുൻപ് മംഗളൂരുവിലുണ്ടായ വിമാനാപകടവുമായി സാമ്യതകൾ ഏറെയുണ്ട് കരിപ്പൂരിലേതിന്. രണ്ടിടത്തും ഒന്നിലേറെ തവണ ലാൻഡിംഗിന് ശ്രമിച്ചു. ലാൻഡിംഗിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടമുണ്ടാവുകയും ചെയ്തു. പൈലറ്റ് കിട്ടിയ വെതർ വെച്ച് ലാൻഡ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ലാൻഡ് ചെയ്യാൻ വന്നത്. എന്നിട്ട് ആദ്യത്തെ ഒരു സർക്യൂട്ട് എടുത്തപ്പോൾ പുള്ളിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ഹി വെന്റ് ആൻഡ് ട്രൈ ടു ലാൻഡ് ഓൺ റൺവേ 10 വിത്ത് എ ടെയിൽ വിൻഡ്. എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു ടെയിൽ വിൻഡുള്ള ഒരു ഇതിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ വരുമ്പം നമ്മുടെ ലാൻഡിങ് സ്പീഡ് കൂടും. പിന്നെ റൺവേ സർഫസ് വെറ്റാണ്. പിന്നെ അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വളരെ ലേറ്റായിട്ടാണ് പുള്ളി ടച്ച് ചെയ്തത്. മംഗളൂരുവിൽ വിമാനം വലിയ സ്ഫോടനത്തോടെ പൂർണ്ണമായും കത്തിപ്പോയിരുന്നതിനാൽ അന്വേഷണം ദുഷ്കരമായിരുന്നു. കരിപ്പൂരിൽ ഭാഗ്യം കനിഞ്ഞു. പൈലറ്റിന്റെ പിഴവ്, യന്ത്രത്തകരാറ്, കാലാവസ്ഥ, അട്ടിമറി. പൊതുവെ വിമാനങ്ങളെ അപകടത്തിലാക്കുന്നത് ഈ 4 കാരണങ്ങളാണ്. കരിപ്പൂരിൽ സംഭവിച്ചത് എന്താണെന്നറിയാൻ അന്വേഷണം തീരും വരെ കാത്തിരിക്കാം. ക്യാപ്റ്റൻ SS ചാഹറിന്റെ നേതൃത്വത്തിലുള്ള AAIBയുടെ 5-അംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല. വേനലിൽ ഇഞ്ചിയുണക്കാനിട്ടിരുന്ന കണ്ണൻകുട്ടുപാറ ഇന്നത്തെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമായത് എണ്ണമറ്റ ജനകീയ സമരങ്ങളിലൂടെയാണ്. 12 തവണയെങ്കിലും കിടപ്പാടം വരെ വിട്ടുനൽകിയാണ് കൊണ്ടോട്ടിക്കാർ മലബാറിന്റെ വികസന കുതിപ്പിന് ആകാശവീഥി തുറക്കാനായി തങ്ങളുടെ ഇടനെഞ്ചിൽ ഇടം നൽകിയത്. ആ ടേബിൾ ടോപ്പിന് മുകളിൽ സംഭവിക്കുന്നതെന്തും അവരുടെ ഹൃദയവേദനയാകുന്നതും അതുകൊണ്ടുകൂടിയാണ്. ആകാശം പതിയെ പതിയെ തെളിഞ്ഞെങ്കിലും കരിപ്പൂർ നോവിന്റെ ഒരു തോരാ പേമാരി തന്നെയാണ്. ഒരു തീരാ സങ്കടത്തിര. തണലിലേക്ക് താഴ്ന്നിറങ്ങാനായി പറന്നുയർന്ന് ചിറകറ്റ് വീണവരുടെ കണ്ണീർമല. ആ പ്രവാസി നോവുകളെ മഹാദുരന്ത മണിക്കൂറുകളിൽ കാണിച്ച അതേ കരുതലോടെ നമുക്ക് ചേർത്തു പിടിക്കാം. ഒരു സ്വപ്നവും ഒന്നും തന്നെ നിലം തൊടാതെ പൊലിഞ്ഞിട്ടില്ലെന്ന് മലപ്പുറം കാണിച്ചു തന്ന അതേ കരുതൽ കൊണ്ട് ആ പ്രവാസി കുടുംബങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒപ്പം കരിപ്പൂരിന്റെ ആകാശത്തുയരുന്ന പുതിയ ആശങ്കകളും കാണാതെ പോകരുത്. താവളം വ്യോമസേന ഏറ്റെടുക്കുമെന്നുവരെയുള്ള പ്രചാരണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. കരിപ്പൂരിനെയും കരുതലോടെ ചേർത്തുവയ്ക്കാം. ആകാശം തെളിയട്ടെ. എല്ലാ യാത്രകളും
ശുഭയാത്രകളാകട്ടെ.